ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊടുംവേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് ഡാമിൽ അവശേഷിക്കുന്നത് 1.5 മാസത്തേക്കുള്ള വെള്ളം മാത്രം. പുതുക്കാട് കുറുമാലിയിൽ ട്രെയിനിൽ നിന്ന് വീണ യുവതിക്ക് പരിക്കേറ്റു. പത്തനംതിട്ട സീരത്തോട് ആങ്ങമൊഴി കോട്ടമണിൽ വീട്ടിൽ 21 വയസ്സുള്ള റിയ റോയ്ക്കാണ് പരിക്കേറ്റത്. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശി തൻസീർ, മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുംവേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് 1.5 മാസത്തേക്കുള്ള വെള്ളം മാത്രമാണ് ഡാമിൽ അവശേഷിക്കുന്നത്. ഒരാഴ്ച മുൻപ് ഇതിലും പരിതാപകരമായിരുന്നു ചിമ്മിനിയുടെ അവസ്ഥ. എന്നാൽ കോൾ നിലങ്ങളിലേക്ക് തുറന്നുവിട്ടിരുന്നത് നിർത്തിയതോടെ നേരിയ ആശ്വാസമാണുള്ളത്. ചിമ്മിനി ഡാമിന്റെ സംഭരണ ശേഷിയുടെ 12.77% വെള്ളം മാത്രമാണ് ഇപ്പോഴുള്ളത്. റൂൾ കർവ് പ്രകാരം 40% വെള്ളം ഡാമിൽ ഉണ്ടാകേണ്ട സമയത്താണ് ഈ അവസ്ഥ. വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള വെള്ളം നൽകുന്നില്ലെങ്കിലും സ്ലൂയിസ് വാൽവ് വഴി പ്രതിദിനം 0.15 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്നുണ്ട്. ഇപ്പോഴത്തെ നില തുടർന്നാൽ ദിവസങ്ങൾക്കകം ജലവിതരണം പൂർണ്ണമായി നിലയ്ക്കും. അതോടെ കുറുമാലി, കരുവന്നൂർ പുഴകൾ കടന്നുപോകുന്ന മേഖലകളിലെല്ലാം വരൾച്ചാ സാധ്യതയുണ്ട്. ചിമ്മിനി ഡാമിൽ വ്യാഴാഴ്ച 50.81 മീറ്ററാണ് ജലനിരപ്പ്. 19.36 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ ഡാമിൽ സംഭരിച്ചിരിക്കുന്നത്. ഇത് മൊത്തം സംഭരണശേഷിയുടെ 12.77%. കഴിഞ്ഞ മാർച്ചിൽ 23.25% വെള്ളമാണ് ഡാമിൽ ഉണ്ടായിരുന്നത്. റൂൾ കർവ് പ്രകാരം 65.77 മീറ്ററാണ് ഈ സമയത്ത് ഡാമിൽ ഉണ്ടാകേണ്ട ജലനിരപ്പ്. ഇതിനേക്കാൾ ഏറെ താഴെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്കൂസ് വാൾവിനെ പൊതിഞ്ഞ ലോഹക്കൂടിന്റെ ഭാഗം ഡാമിന്റെ അടിഭാഗത്ത് തെളിഞ്ഞു കാണുന്ന നിലയിലാണിപ്പോൾ. ഇനിയും ജലനിരപ്പ് താഴ്ന്നാൽ ഏതു നിമിഷവും ജലവിതരണം നിലയ്ക്കുന്ന സ്ഥിതിയാണ്. മീഡിയ ടൈം, തൃശൂർ. പുതുക്കാട് കുറുമാലിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവതിക്ക് പരിക്കേറ്റു. പത്തനംതിട്ട സീരത്തോട് ആങ്ങമൊഴി കോട്ടമണ്ണിൽ വീട്ടിൽ 21 വയസ്സുള്ള റിയ റോയ്ക്കാണ് പരിക്കേറ്റത്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറന്മുള സ്റ്റേഷൻ പരിധിയിൽ കാണാതായ പെൺകുട്ടിയാണ് ഇതെന്ന് പോലീസ് അറിയിച്ചു. വ്യാഴാഴ്ച രാത്രി 9 മണിയോടെ കുറുമാലി അടിപ്പാതയ്ക്ക് സമീപത്തായിരുന്നു അപകടം. യുവതി ട്രെയിനിൽ നിന്ന് വീഴുന്നത് കണ്ട യാത്രക്കാർ അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. മുഖത്ത് പരിക്കേറ്റ് ട്രാക്കിൽ വീണുകിടന്ന യുവതിയെ യാത്രക്കാർ ട്രെയിനിൽ കയറ്റി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആറന്മുള സ്റ്റേഷൻ പരിധിയിൽ കാണാതായ പെൺകുട്ടിയാണ് ഇതെന്ന് പോലീസ് അറിയിച്ചു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മീഡിയ ടൈം, പുതുക്കാട്. ചേർപ്പിൽ 60 ലിറ്റർ തെങ്ങിൻ പൂക്കര ചാരായവുമായി 2 പേരെ എക്സൈസ് പിടികൂടി. ചൊവ്വൂർ സ്വദേശി പാറക്കോവിൽ ജിജോമോൻ, പുത്തൂർ സ്വദേശി യദുകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഈസ്റ്റർ, വിഷു എന്നീ വിശേഷ ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും വിൽപ്പനയ്ക്കായി കരുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയത്. ചൊവ്വൂർ കല്ലുങ്ങൽ ഗോപാലിന്റെ വീട്ടിൽ നിന്നാണ് 60 ലിറ്റർ ചാരായം ചേർപ്പ് എക്സൈസ് പിടികൂടിയത്. ചൊവ്വൂർ സ്വദേശി പാറക്കോവിൽ ജിജോമോൻ, പുത്തൂർ സ്വദേശി യദുകൃഷ്ണൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 1 ലിറ്ററിന് 1500 രൂപയ്ക്കാണ് ചാരായം വിറ്റിരുന്നത്. 90,000 രൂപയുടെ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത്. എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. ഈസ്റ്റർ, വിഷു എന്നീ വിശേഷ ദിവസങ്ങളിലും ഇലക്ഷൻ കാലത്തും വിൽപ്പനയ്ക്കായി കരുതി സൂക്ഷിച്ചു വെച്ചിരുന്ന ചാരായമാണ് പിടികൂടിയത്. തെങ്ങിൻ പൂക്കലയും ഔഷധക്കൂട്ടുമിട്ട് വാറ്റിയ വീര്യം കൂടിയ ചാരായമാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത്. ഇത്തരത്തിൽ വറ്റിയ ചാരായത്തിന് വൻ ഡിമാൻഡാണ്. ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺ കുമാർ, TS സുരേഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ VR ജോർജ്, KG സന്തോഷ് ബാബു, MK കൃഷ്ണപ്രസാദ്, PB സിജോമോൻ, VV കൃഷ്ണകുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രസീത, ഡ്രൈവർ ഷൈജു എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, തൃശൂർ. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശി തൻസീർ, മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്.
ഫെബ്രുവരി 23-ന് എടത്തുരുത്തി കുമ്പളപ്പറമ്പിലുള്ള ആനാപ്പുഴ പ്രസാദിന്റെ വീട് കുത്തിത്തുറന്ന് 1.5 ലക്ഷം രൂപ വില വരുന്ന റാഡോ വാച്ചും 1 ലക്ഷം രൂപ വരുന്ന ക്യാമറയും പ്രതികൾ കവർന്നു. കൂടാതെ എടത്തുരുത്തി എലവത്തുങ്കിൽ ദേവസ്വയുടെ വീട്ടിൽ നിന്ന് 3000 രൂപയും മാർച്ച് 2-ന് ചക്കരപ്പാടം കാട്ടുപറമ്പിൽ നൈഫുദ്ദീന്റെ വീട്ടിൽ നിന്ന് 30,000 രൂപയും കവർന്ന കേസിലാണ് അറസ്റ്റ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അവ്യക്തമായ രീതിയിൽ ബൈക്കിന്റെ നമ്പർ കിട്ടുകയും CCTV ടെക്നീഷ്യൻ മൃദുലാലിന്റെ സഹായത്തോടെ നമ്പർ സ്ഥിരീകരിക്കുകയുമായിരുന്നു. വാഹനോടമയെ കണ്ടെത്തിയ ശേഷം ബൈക്ക് വാടകയ്ക്കെടുത്ത തൻസീറിനെ കണ്ടെത്തിയതോടെ മറ്റ് 2 പേരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചു. വാടകയ്ക്കെടുത്ത ആഡംബര ബൈക്കിലെത്തി ആളില്ലാത്ത വീടുകൾ നോക്കി മുൻവശത്തെ വാതിലുകൾ പൊളിച്ചാണ് മോഷണം നടത്തി വന്നിരുന്നത്. മോഷ്ടിച്ച റാഡോ വാച്ച് 2ാം പ്രതി മിഥുൻലാലിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ക്യാമറ കൊല്ലത്തെ ഒരു കടയിൽ വിൽപ്പന നടത്തിയതായും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ആല ഗോതുരുത്ത് സ്വദേശി ബൈജുവിനെ കൂടി പിടികൂടാനുണ്ട്. ഇയാൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. 1 പ്രതി തൻസീറിന് വിവിധ സ്റ്റേഷനുകളായി മോഷണ കേസുകൾ ഉൾപ്പെടെ 27 കേസുകൾ നിലവിലുണ്ട്. മീഡിയ ടൈം, പെരിഞ്ഞനം. കാഞ്ഞാണി പെരുമ്പുഴപ്പാടത്ത് ഇരുട്ടിന്റെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് മൂലം കർഷകരും നാട്ടുകാരും ദുരിതത്തിൽ. കക്കൂസ് മാലിന്യത്തിന് പുറമെ മറ്റു മാലിന്യങ്ങളും സംസ്ഥാന പാതയോരത്ത് യഥേഷ്ടം കൊണ്ടുവന്നിടുന്നതിന് തടയിടാൻ പോലീസിനും കഴിയുന്നില്ല. കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കാനായി അന്തിക്കാട് പോലീസ് സ്ഥാപിച്ച ക്യാമറ നോക്കൂത്തിയായിട്ട് നാളുകളേറെയായി. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയോരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടി തുടങ്ങിയിട്ട് നാളുകളായി. ശുചിമുറി മാലിന്യം അടക്കമുള്ളവ രാത്രിയുടെ മറവിൽ പാതയോരത്തെ അരികുകളിൽ യഥേഷ്ടം തള്ളുന്ന സംഘങ്ങൾ സജീവമാണ്. 1 കിലോമീറ്ററോളം പെരുമ്പുഴ പാടശേഖരത്തിലൂടെ നടന്നു പോകുന്ന റോഡിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നുണ്ട്. മദ്യക്കുപ്പികൾ, കവറുകളിലാക്കി തള്ളുന്ന മറ്റു മാലിന്യങ്ങൾ എന്നിവയും യഥേഷ്ടമുണ്ട്. മണ്ണലൂർ പഞ്ചായത്തിലും കുറച്ചു ഭാഗം അരിമ്പൂർ പഞ്ചായത്തിലുമായാണ് പെരുമ്പുഴ പാടശേഖരം. പാതയോരത്തുള്ള 100ഓളം മരങ്ങളിൽ പലതും കടപുഴകി വീണ് കിടക്കുകയാണ്. കെട്ടിടങ്ങൾ പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങളും പാതയോരത്ത് യഥേഷ്ടം ആളുകൾ നിക്ഷേപിക്കുന്നു. 3 വർഷം മുൻപ് പുതുക്കിപ്പണിത പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. ഇതിന്റെ താഴെ പെരുമ്പുഴ കനാലിലും മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. പൂക്കടകളിൽ നിന്നുള്ള മാലിന്യമടക്കം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പാടശേഖരത്തിന്റെ തുടക്കത്തിൽ പോലീസിന്റെ 2 ക്യാമറകൾ ഉണ്ടെങ്കിലും ഇവ പ്രവർത്തനക്ഷമമല്ല എന്നാണ് ആക്ഷേപം. ഒരു ക്യാമറ ഒടിഞ്ഞു വീണ് കിടന്നു തുടങ്ങിയിട്ട് നാളുകളായി. പാടശേഖരത്തിന്റെ മധ്യഭാഗത്തുകൂടി ക്യാമറ സ്ഥാപിക്കുകയും അവ കൃത്യമായി പോലീസ് നിരീക്ഷിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഒരു പരിധിവരെ ശമനമുണ്ടാകൂ എന്നാണ് പൊതുജനാഭിപ്രായം. മീഡിയ ടൈം, തൃശൂർ. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പതിച്ച പ്രചരണ പോസ്റ്ററുകൾ ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് നശിപ്പിച്ചതുമൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥ. കല്ലൂർപ്പാടം വഴിയിലെ ബസ് സ്റ്റോപ്പ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് യാത്രക്കാരെ വെട്ടിലാക്കിയ കമ്മീഷന്റെ നിർവഹണം. പോസ്റ്ററുകൾ കീറിക്കളയുന്നതിനായിരുന്നു ഉചിതമെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്ലൂർപ്പാടം വഴിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പതിച്ച പ്രചരണ പോസ്റ്ററുകൾ ആന്റി ഡിഫോഴ്സ്മെന്റ് സ്ക്വാഡ് കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ചു. ഗ്രീസും കരിയോയിലും ചേർത്ത മിശ്രിതം ഉപയോഗിച്ച് പോസ്റ്ററുകൾ നശിപ്പിച്ചതുമൂലം യാത്രക്കാർക്ക് ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അവസ്ഥയായി. നിരവധി യാത്രക്കാരുടെ വസ്ത്രങ്ങളിലാണ് ഇത് പടർന്നത്. വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പോസ്റ്ററുകളാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അകത്തും പുറത്തുമായി പതിച്ചിരുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് പൊതുസ്ഥലങ്ങളിലെ പ്രചരണ പോസ്റ്ററുകൾ കറുപ്പിച്ചത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ പോസ്റ്ററുകൾ കീറിക്കളയുന്നതിന് പകരം കരിയോയിൽ ഒഴിച്ച് നശിപ്പിച്ച ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ നാട്ടുകാർ പരാതിയുമായി എത്തി. മീഡിയ ടൈം, പുതുക്കാട്. ഇനി നാട്ടിൽ നടന്നത്. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കടന്നിരിക്കുന്നു. പവന് ചരിത്രത്തിൽ ആദ്യമായി 50,000 രൂപ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ പവന് 50,400 രൂപയാണ് നിലവിൽ വില. 1 ഗ്രാമിന് 6,300 പുതിയ വില. രാജ്യാന്തര വിപണിയിലെ വിലവർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. എപ്പോൾ വേണമെങ്കിലും പവന് 50,000 കടക്കാമെന്ന നില നേരത്തെ ഉണ്ടായിരുന്നു. 49,000 കഴിഞ്ഞ ദിവസം വില എത്തിയിരുന്നു. ചേർപ്പിൽ സ്കൂട്ടർ യാത്രക്കാരന് സൂര്യാതാപമേറ്റു. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിലെ വ്യാപാര സ്ഥാപന ഉടമ ചാത്തക്കുടം വടക്കേപ്പുറയ്ക്കൽ രതീഷിനാണ് സൂര്യാതാപമേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ പൂച്ചുണ്ണിപ്പാടം ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം.
യാത്രയ്ക്കിടെ ശരീരത്തിൽ നീറ്റൽ അനുഭവപ്പെട്ടുവെങ്കിലും രതീഷ് കാര്യമാക്കിയില്ല. രാത്രി വീട്ടിലെത്തിയപ്പോഴാണ് 2 കൈയിലും കാലിലും ചെറിയ കുമിളകൾ ഉണ്ടായി. ശേഷം അത് വലുതാവുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ ചേർപ്പ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ രതീഷ് ചികിത്സ തേടി. ആലുവായിൽ സൂപ്പർ മാർക്കറ്റ് കത്തിനശിച്ചു. ദേശീയപാതയിൽ പറവൂർ കവലയിൽ ഫാമിലി സൂപ്പർ മാർക്കറ്റാണ് അഗ്നിക്കിരയായത്. പുലർച്ചെ ഇതുവഴി പോയ ഒരാൾ ഷട്ടറിനുള്ളിൽ പുക ഉയരുന്നത് കണ്ട് അഗ്നിശമന സേനയെ വിവരം അറിയിക്കുകയായിരുന്നു. അഗ്നിശമന സേന എത്തി തടഞ്ഞതിനാൽ സമീപത്തെ മറ്റു കടകളിലേക്ക് തീ പടർന്നില്ല. 1 മണിക്കൂറിനുള്ളിൽ തീയണച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. തോട്ടക്കാട്ടുകര സ്വദേശി ജലീലിൻ്റെതാണ് സൂപ്പർ മാർക്കറ്റ്. ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും മുൾക്കിരീടമായി ശിരസ്സിലേന്തി കുരിശുമരണം വരിച്ച ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. നാടെങ്ങുമുള്ള ദേവാലയങ്ങളിൽ നടന്ന കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ അണിനിരന്നു. കോട്ടപ്പുറം രൂപതയുടെ ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ നിന്നും രാവിലെ 6 മണിക്ക് പരിഹാര സേവാപാത ആരംഭിച്ചു. കുരിശേന്തിയ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം അനുഗമിച്ചു. മൗണ്ട് കാർമൽ ചർച്ച് കാര ഇടവക ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി സംഘടിപ്പിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവ ചരിത്രത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടെയാണ് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. ഇടവകയിൽ സജീവമായ യൂത്ത് അംഗങ്ങളാണ് ദൃശ്യാവിഷ്കാരം യാഥാർത്ഥ്യമാക്കിയത്. ആയിരങ്ങൾ പങ്കെടുത്ത കുരിശിന്റെ വഴി വികാരി ഫാദർ ജോഷി കല്ലറയ്ക്കലിന്റെയും സഹവികാരി ഫാദർ വിപിൻ മുതലാംപറമ്പിലിന്റെയും നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം തീവണ്ടി തട്ടി മധ്യവയസ്കൻ മരിച്ചു. കുറാഞ്ചേരിയിലെ സ്ഥിരതാമസക്കാരനായ എങ്കേക്കാട് ചേർപ്പിലേക്കോട് സ്വദേശി ഷാജിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. സഹോദരന്റെ വീട്ടിൽ നിന്ന് തിരികെ കുറാഞ്ചേരിയിലേക്ക് മടങ്ങുന്നതിനിടയിൽ അബദ്ധത്തിൽ അപകടത്തിൽപ്പെട്ടതാകാം എന്നാണ് നിഗമനം. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കൊടുംവേനലിൽ വറ്റിവരണ്ട് ചിമ്മിനി ഡാം. വ്യാഴാഴ്ചയിലെ കണക്കനുസരിച്ച് ഡാമിൽ അവശേഷിക്കുന്നത് 1.5 മാസത്തേക്കുള്ള വെള്ളം മാത്രം. പുതുക്കാട് കുറുമാലിയിൽ ട്രെയിനിൽ നിന്ന് വീണ യുവതിക്ക് പരിക്കേറ്റു. പത്തനംതിട്ട സീരത്തോട് ആങ്ങമൊഴി കോട്ടമണിൽ വീട്ടിൽ 21 വയസ്സുള്ള റിയ റോയ്ക്കാണ് പരിക്കേറ്റത്. എടത്തുരുത്തിയിലും പെരിഞ്ഞനത്തും വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികൾ അറസ്റ്റിൽ. എറിയാട് സ്വദേശി തൻസീർ, മിഥുൻലാൽ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.